ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള ബ്ലോഗ്സിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചാണ്. സൈബർ സെക്യൂരിറ്റി നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫ് എത്രത്തോളം സെക്യൂർ ആയിട്ട് നിങ്ങൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തിങ്ക് ബിഫോർ വി ക്ലിക്ക്. അതിനെ നമുക്ക് സൂചിപ്പിക്കുവാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരുപാട് നിത്യജീവിതത്തിൽ മെസ്സേജസ്, ഇമെയിൽസ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് ഇതെല്ലാം നിങ്ങൾക്ക് റിസീവ് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്തൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പം അത് സിമിലർ ആയിട്ടുള്ള സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ചിലപ്പോൾ അത് ഒതൻറ്റിക്കേറ്റഡ് ഒരു സൈറ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇത് ഒതൻറ്റിക് അല്ലെ ജനറിക് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ലിങ്ക് ആണോ എന്നതിനെക്കുറിച്ച്. പിന്നെ മറ്റൊന്ന് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സ്. നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഓൺലൈൻ ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ്സ് ഇതെല്ലാം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഹാക്കേഴ്സിനെ ഹാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് അവിടെയുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് വന്നു, നമ്മളൊരു ഓഫറുണ്ട് അല്ലെങ്കിൽ ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ലിങ്ക് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ്സ് ഒക്കെ സ്ട്രോങ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഈസി ആയിട്ട് അവർക്ക് ഹാക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വേസ് ഉണ്ട് അറ്റാക്കേഴ്സിന് അറ്റാക്ക് ചെയ്യാൻ, സൈബർ അറ്റാക്സ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ്സ് ടിപ്പാണ്, മറക്കല്. ഫോണിൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുക, അതിനെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ വിൻഡോസ് ഇതിലൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് വരും. ഈ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വൾണറബിലിറ്റീസിന് കൂടുതൽ ചാൻസ് ആണ്, അവിടെ വൾണറബിലിറ്റീസിനുള്ള ചാൻസ് ആണ് കൂടുതൽ. സൈബർ അറ്റാക്കേഴ്സിന് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാനുള്ള ചാൻസസ് അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് നമുക്കെന്താ, ഈ ഒരു അപ്ഡേറ്റ്സ് ചെറിയ കാര്യമാണ്, നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വിട്ടാൽ മതി നിങ്ങൾക്ക് ഒരു പാച്ച് അപ്ഡേറ്റ് വരുമ്പോൾ. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഓവറായിട്ട് നിങ്ങൾ ഡാറ്റാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ഓവറായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു അറ്റാക്കേഴ്സിന് സൈബർ അറ്റാക്സ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടൊക്കെ അവർക്ക് നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തെടുക്കുവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഡിവൈസസ് ലോക്ക് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസ് അല്ലെങ്കിൽ iOS ഡിവൈസ് ഓർ വിൻഡോസ് ഇതൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് സെക്യൂരിറ്റി നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് ലെവൽ ഓഫ് സെക്യൂരിറ്റി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിസ്റ്റം, ലാപ്ടോപ്പ് ഇതൊക്കെ നമുക്ക് മറ്റൊരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ടത് ഓപ്പൺ ആക്കി അവർക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെവൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഡിവൈസസ് എപ്പോഴും ഒരു ഫസ്റ്റ് ലെവൽ സെക്യൂരിറ്റി ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു ടിപ്സ്, നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഒരു ക്ലൗഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡ്രൈവിൽ, ഫോൺ മാത്രമല്ല നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിലും ഏതൊരു ഡിജിറ്റൽ ഡിവൈസ് ആണെങ്കിലും ഒരു നമ്മുടെ ഡാറ്റാസ് ക്ലൗഡ് ഡ്രൈവിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവിലൊക്കെ നമ്മൾ ഫോട്ടോസ്, ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഡിവൈസ് നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഡാറ്റാസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കും. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പബ്ലിക് വൈഫൈ കഫേകളിലൊക്കെ നിങ്ങൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ സൈബർ അറ്റാക്കേഴ്സ് അല്ല ഹാക്കേഴ്സിനൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് ചോർത്തിയെടുക്കാനുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ട്. വൾണറബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് വൈഫൈ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ VPN ഉള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ദർ ഈസ് എ ചാൻസ് ഓഫ് ഹാക്കിംഗ്. ഇതൊക്കെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ ലൈഫിൽ നടക്കുന്ന സൈബർ അറ്റാക്സിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയിടാം. പിന്നെ അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ചെറുതായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതൊരു കെയർഫുള്ളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫിലും നിങ്ങൾക്കൊരു സൈബർ അറ്റാക്സ് കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. നിങ്ങൾ എപ്പോഴും ഡിവൈസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗൗട്ട് ചെയ്തിടുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യാതിരിക്കുക.
മാക്സിമം എന്താണെങ്കിലും ഡിവൈസ് നമ്മൾ ലോഗിൻ ചെയ്തതിനെ ലോഗ് ഔട്ട് ആക്കി വെക്കുക. ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ സെക്യൂർ ആയിട്ട് നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ പറഞ്ഞ ടിപ്പുകളിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഫസ്റ്റ് തോന്നുന്ന ഒരു ടിപ്പ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്